രാത്രി സമൃദ്ധിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ അന്തം വിട്ട് ബോർഡ് നോക്കി ഇരിക്കാറുണ്ട്. കാരണം ഇത്രയും മെനു എന്തിനാ അവർ കൊണ്ടുവച്ചിരിക്കുന്നത്, മനുഷ്യന് കൺഫ്യൂഷൻ ആക്കാനെന്ന് തോന്നും. എന്നാലും ഞങ്ങൾ ദോശയാണ് ഓർഡർ ചെയ്യാറ്. പക്ഷെ ഇത്തവണ ഡിഫറെന്റ് ആയിട്ട് നെയ്ച്ചോറും ബീഫ് കറിയും അതുപോലെ തന്നെ പുട്ടും ബീഫ് കറിയും മേടിക്കാന്ന് കരുതി. കൂടെ ചായ ഉണ്ട്, ചായ ഇല്ലാണ്ട് നമുക്കൊരു പരിപാടി ഇല്ലല്ലോ. അപ്പം അത്രയും കൺഫ്യൂഷൻസും കരുതിയിട്ട് ഞങ്ങൾ അവിടെ പോയിട്ട് സാധനം മേടിച്ച സമയത്ത് എനിക്ക് കുറച്ച് എക്സ്ട്രാ തന്നു കേട്ടോ. നമ്മൾ കുറച്ചും കൂടി കറി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർ തരും. ഞങ്ങൾക്ക് 2 പേരും കൂടി കഴിക്കാനുള്ളതാണ്. പക്ഷേ കറി എക്സ്ട്രാ തന്ന സമയത്ത് തന്നെ ചേച്ചി എനിക്ക് ഒരു കുറ്റി പുട്ട് തന്നു. എന്നെ കണ്ട് ഒരു കുറ്റി പുട്ട് കഴിക്കും തോന്നുന്നു. ചേച്ചിയുടെ സൈഡാണോ എന്റെ സൈഡാണോ പ്രശ്നം എന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. ഞാൻ ഒരു പുട്ട് എന്നാണ് പറഞ്ഞത്, അവരൊരു കുറ്റി എന്നാണ് വിചാരിച്ചത്. ഇനി അവിടെ അങ്ങനെയാണോ കൊടുക്കുന്നത് അതും എനിക്കറിയില്ല. എന്തായാലും അബദ്ധം പറ്റി. അപ്പൊ പിന്നെ ഫുഡ് വേസ്റ്റ് ആക്കണ്ടെന്ന് കരുതിയിട്ട് എല്ലാവരും ഭാര്യമാരുടെയും ഫുഡ് വേസ്റ്റ് ആക്കാതിരിക്കുക അവരുടെ ഭർത്താക്കന്മാരാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് കഴിച്ചതിൽ ബാക്കിയുള്ള പീസ് പുട്ട് ഞാൻ ഗോകുനയ്ക്ക് കൊടുത്തു. എനിക്ക് സമൃദ്ധിയിലെ ബീഫ് കറി ഭയങ്കര ഇഷ്ടമാണ്. ആ തിക്ക് കൺസിസ്റ്റൻസിയിൽ ഭയങ്കര സൂപ്പർ ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ കുറച്ച് നെയ്യ് കൂടുതലാണ്, പക്ഷെ സൂപ്പർ ആയിട്ടാണ്. മസ്റ്റ് ട്രൈ ആണ്.